വി ഡി സതീശൻ്റെ വിസ്മയം എന്ന് പറഞ്ഞാൽ ഒരു കനകലൂ തന്ത്രത്തിലുള്ള ഒരു നെറേഷൻ ഉണ്ടാക്കലാണ്. ഇതാ യു ഡി എഫിലേക്ക് കക്ഷികൾ വരുന്നു, വ്യക്തികൾ വരുന്നു, അങ്ങനെ യു ഡി എഫ് വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള ഒരു പ്രതീതി യാഥാർത്ഥ്യ നിർമ്മാണം, ആ രീതിയിലൊരു പ്രതീതി യാഥാർത്ഥ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ കൗശലപൂർവമായ ശ്രമമാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോസ് കെ മാണി തന്നെ തൻ്റെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അതിൻ്റെ കാഴ്ചപ്പാടുകളോട് യോജിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് അസന്ദിഗ്ധമായ ഭാഷയിൽ ഇന്ന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന് മറുപടിയായിട്ട് അദ്ദേഹം FBയിൽ എഴുതി കഴിഞ്ഞു. അത് നിഷാദും വായിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എന്താണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് കക്ഷികൾ തങ്ങളുടെ കൂടെ വരുന്നു, ഇടതുപക്ഷം ദുർബലമാകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനുള്ള വളരെ കൗശലപൂർവമായ ഒരു ശ്രമം എന്നതിലപ്പുറത്ത് ഇതിന് നമ്മുടെ വസ്തുനിഷ്ഠ രാഷ്ട്രീയ ബന്ധങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ പറ്റില്ല. ഇവിടെ നിഷാദ് എന്നോട് ചോദിച്ചല്ലോ, സഖാവ് ഐഷ പോറ്റി CPM വിട്ട് പോയല്ലോ. ഐഷ പോറ്റി കഴിഞ്ഞ കുറേ കാലമായിട്ട് CPMുമായിട്ട് അനവധിയായ അപ്രീതി അവർക്കുണ്ട് പാർട്ടിയോട്. അവർ മാറി നിൽക്കുകയായിരുന്നു. അവർ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലോ മറ്റ് പരിപാടികളിലോ ഒന്നും പങ്കെടുക്കുന്ന അവസ്ഥ ഇപ്പോഴില്ല. അപ്പോൾ ചില വ്യക്തികൾ അവരുടെ ഭാഗ്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി വിടുന്നതോ മുന്നണി വിടുന്നതോ ഒക്കെ തന്നെ നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ, ഇന്നത്തെ ഇടത് വലതു മുന്നണി ബന്ധങ്ങളിൽ എന്തു മാറ്റമാണ് കേരളം പോലൊരു സമൂഹത്തിനകത്ത് ഉണ്ടാക്കുക? ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയും കക്ഷി ബന്ധങ്ങളും അതിൻ്റെ സാമൂഹ്യ അടിത്തറയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഇടതുപക്ഷത്തിനുള്ളത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. നിങ്ങൾ പറയുന്നത് പോലെ ജോസ് കെ മാണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികളോ ഈ മുന്നണി പോകാനുള്ള ഒരു വസ്തുനിഷ്ഠമായ ഒരു കാര്യവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രതീതി നിർമ്മാണത്തിന് വലിയ രീതിയിൽ ഇതാ ഈ VD സതീശൻ ഭയങ്കര വിസ്മയം സൃഷ്ടിക്കുകയാണ്, ഇതാ വിസ്മയം സംഭവിക്കുകയാണെന്ന്. അപ്പോൾ ഈ വിസ്മയം എന്നുള്ള വാക്ക് തന്നെ അതൊരു എന്താണ്, ഈ വെർച്വൽ റിയാലിറ്റിയുടെ ഒരു നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പദം മാത്രമാണ്. അതിലപ്പുറത്ത് എന്താണ്, ഒരു വിസ്മയവും നമ്മുടെ രാഷ്ട്രീയ ബന്ധങ്ങളിൽ ഉണ്ടാക്കാൻ VD സതീശൻ്റെ ഇത്തരം പ്രസ്താവനകൾക്കും ഇങ്ങനെയുള്ള ഇപ്പം ഐഷ പോറ്റിയെ പോലുള്ള ഒരാൾ, അത് നിഷാദിനറിയാമല്ലോ, ഈ കൊല്ലത്തെ കൊട്ടാരക്കരയിലെ CPMൻ്റെ ചരിത്രവും അതിൻ്റെ ഒരു സാമൂഹ്യ അടിത്തറയും ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാനോ ഏതെങ്കിലും രീതിയിൽ UDFുമായി കൂട്ടിക്കെട്ടാനോ കഴിയുന്ന ഒരാളാണോ? ആ രീതിയിൽ ജനകീയ സ്വാധീനമുള്ള ഒരാളാണോ ശ്രീമതി ഐഷ പോറ്റി? അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ CPMുമായി ബന്ധപ്പെട്ട് ദീർഘകാലം പാർലമെൻ്ററി സ്ഥാനങ്ങൾ വഹിച്ചിരുന്നതാണ്. ആ അർത്ഥത്തിൽ അവർ CPMുമായിട്ട് നല്ല രീതിയിൽ അവരുടെ പാർലമെൻ്ററി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചിരുന്നു അവിടെ ഇപ്പോൾ മാധ്യമങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ തന്നെ അത് മറയില്ലാതെ പറയുന്നുണ്ട്, അവർ അങ്ങനെ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പാർട്ടി ഇക്കാര്യത്തിൽ ചില കർശനമായ വ്യവസ്ഥകൾ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്, 3 ടേമൊക്കെ മത്സരിച്ച ഒരാൾക്ക് വീണ്ടും സ്ഥാനാർത്ഥിയാകെ വരാൻ കഴിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ബാലഗോപാൽ അവിടെ മത്സരിച്ചത്. അതൊക്കെ അവരിലുണ്ടാക്കിയ വ്യക്തിപരമായ അപ്രിയം അല്ലെങ്കിൽ വ്യക്തിപരമായ നൈരാശ്യം, അതൊക്കെയാവാം അവരെ UDFിലേക്ക് കോൺഗ്രസിലേക്ക്